പോണടാ? കേക്ക് മേടിക്കാൻ പോണാ? കേക്ക് മേടിക്കാൻ പോണാ? ആരുടെ കൂടെ പോണ്? ആരുടെ കൂടെ പോണ്? അച്ഛനെ കൂടെ പോണാ? പോയിട്ട് വരാം. അപ്പൊ ടാറ്റാ ഗായ്സ്. യാമി കേക്ക് മേടിച്ചിട്ട് വരാൻ പറ. അച്ഛനും മോളും വന്നപ്പോ യാമി അമ്മ ഔട്ടായോടാ? അമ്മനെ വേണ്ടേ യാമി? അമ്മനെ വേണ്ടേ ഫോട്ടോ എടുക്കാൻ? വേണ്ടേ? വേണ്ടേ? യാമി എവിടെ പോണ്? ഞങ്ങള് പോണ്. യാമി പറഞ്ഞില്ല? അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ലുലുമാളിലെത്തി. ഇതാണ് അപ്പം ജുബൈൽ ലുലുമാള്. അങ്ങനെ നമ്മൾ ചായ കുടിക്കണം. അപ്പോൾ കഴിച്ചതാ നമ്മൾ ചായയൊക്കെ വാങ്ങിച്ച് ചായയോടെ ഞാനൊരു ഉഴുന്നോടെയൊക്കെ വാങ്ങിച്ച് ഞാൻ ഇവിടെ മുട്ടബജിയൊക്കെ കഴിച്ചിട്ട് അവർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനും മോളും ഒരുമിച്ചപ്പോൾ പിന്നെ ഞാൻ അവിടെ ആയി. അപ്പോൾ അവർ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചായയൊക്കെ കൊടുത്ത് നമ്മൾ ലുലുമാളിൻ്റെ അകത്ത് കയറി യാമിക്കൊരു ഡ്രസ്സൊക്കെ എടുക്കണം, പിന്നെ ഒരു കേക്ക് വാങ്ങിക്കണം, എന്നിട്ട് നമ്മളത് തിരിച്ചു പോകും. യാമി യാമി ഹായ് പറയൂ, ഹായ് പറയൂ. പറയൂലേ ഗൈസ്? പറയില്ല? എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ? താങ്ക് യു ഗൈസ് പറ. അങ്ങനെ പിന്നെ നമ്മൾ അകത്ത് കയറിയപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ആ ഒരു സെക്ഷനായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. അവിടെ മേക്കപ്പ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അവിടെയും കുറേ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇരിപ്പുണ്ട്. ഞാനിത് കൂടുതലൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എന്താണെന്ന് പോലും അധികം പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ആപ്പാടെ ഞാൻ ഉപയോഗിക്കുന്ന ഐടെക്സ് ആണ്. അപ്പോൾ അതുമാത്രം ഒന്ന് സെർച്ച് ചെയ്ത് ഒരെണ്ണം എടുത്ത്. അപ്പം ചെറിയാലി കടയിൽ നിന്ന് സാധനം മേടിക്കുന്ന ആളാണ് ഇവിടെ വന്ന് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരാൾ കളിയാക്കി. പക്ഷേ ഐടെക്സ് നമുക്ക് അവസാനം കിട്ടിയതും ഇല്ല. ഞാൻ എടുത്ത ഐടെക്സ് നല്ലൊരു ക്വാളിറ്റി സാധനമായിരുന്നു. അപ്പോൾ അത് എവിടെയോ നമ്മുടെ കയ്യിൽ നിന്ന് ബില്ലടിക്കുന്ന സമയമായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയതും ഇല്ല അവസാനം. അങ്ങനെ പിന്നെ ഐടെക്സ് ഒക്കെ എടുത്തിട്ട് അടുത്ത് അവിടെ സ്പ്രേ ഒക്കെ ഇരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയി. ഈ സ്പ്രേയും എൻ്റെ ഫേവറേറ്റ് ആണ്. ബാത്ത് ആൻഡ് ബോഡിയുടെ ബോഡി മിസ്റ്റാണ്. അപ്പം ഇതും ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പ്രേ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പം വാങ്ങിച്ചില്ല, എന്തെങ്കിലും ഉള്ളത് വേറെ സ്പ്രേ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലെത്തി. അവിടെ നല്ല ക്യൂട്ട് ഡ്രസ്സായിരുന്നു. ബേബീസിൻ്റെ, നല്ല ബേബി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ക്യൂട്ട് ഡ്രസ്സ്. അതിൻ്റെ അതിന് പിന്നെ നമ്മൾ യാമിക്കൊരു ഡ്രസ്സ് എടുക്കുന്നതിലായിരുന്നു അടുത്ത ഒരു സെർച്ചിങ്. കുറേ ഡ്രസ്സ് സെർച്ച് ചെയ്തിട്ടാണ് യാമിക്കുട്ടി ഒരു ഡ്രസ്സ് ഓക്കെ പറഞ്ഞത്. സാധാരണ അങ്ങനെയല്ല, എടുക്കുന്ന എല്ലാ ഡ്രസ്സും ഓക്കെ പറയുന്ന ആൾക്ക് ഇന്ന് മാത്രം എന്തോ സ്പെഷ്യൽ പോലെ ഒരു ഡ്രസ്സും ഇഷ്ടപ്പെടാണ്ട് പിന്നെ ഏതോ ഒരു ഡ്രസ്സാണ് ഓക്കെ പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്ത് കിഡ്സിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്തതാണ്. കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ്. അത് കഴിഞ്ഞ് എൻ്റെ വലിയവരുടെ ഡ്രസ്സ് കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതില്ല. പിന്നെ യാമി ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോരോ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട്. ഉടുപ്പിൻ്റെ ബട്ടൺസൊക്കെ അവൾ ഇളക്കി കളഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ അടുത്ത ഉടുപ്പൊക്കെ എടുത്തിട്ട് അടുത്ത സെക്ഷൻ ഫിഷ് അവിടെയോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കണ്ട ആരെങ്കിലും ഫോൺ മേടിച്ചുകൊണ്ട് പോകും, ഇങ്ങനെ അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ പടം ഞാൻ പേടിച്ച് പോയി. പിന്നെ ഞാൻ ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുത്തില്ല. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അവിടെയൊക്കെ കയറി നമ്മളിങ്ങ് പുറത്തിറങ്ങി. സൂപ്പറാ പറ, സൂപ്പറാണ്. ആരോട് പറയാൻ, ആരോട് പറയാനല്ലേ? ഇല്ലേ? അയ്യോ, അപ്പൊ അക്കു താഴെ പോകും. സദ്യമോ മകള് കേൾക്കൂല്ലേ? അപ്പൊ ഗൈസ് അവിടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. വീട്ടിലെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. വിശപ്പില്ലായിരുന്നു. ഒരു മസാല ദോശ മേടിച്ച് നമ്മൾ രണ്ടുകൂടെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഡ്സ് സെക്ഷനിലോട്ട് പോയി. കിഡ്സ് സെക്ഷനിൽ യാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ഇതുണ്ട് ഇവിടെ. അങ്ങനെ അവിടെയൊക്കെ പോയി ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാത്തിലും ഒന്ന് കയറി ഇറങ്ങി കളിച്ച്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ബോള്, അതിനുവേണ്ടി എപ്പോഴും യാമി വഴക്കിടാറുണ്ട്. ഇവട്ടം വഴക്കിട്ടെങ്കിലും അത്ര കുഴപ്പമില്ലായിരുന്നു.
പിന്നെ ഈ കാറിലൊക്കെ കയറി അവൾ കുറച്ച് കളിച്ചു, നല്ല ഹാപ്പിയായി, നല്ല എൻജോയ്ഡ് ആയിട്ട് ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത 2-3 ഇതിലൊക്കെ കയറി ഇറങ്ങി പോരുന്നു നമ്മൾ. അടുത്ത അവിടെ ഒരു ആനയുണ്ട്, അതിനകത്തിൽ കയറി യാമിയെ കാണാൻ പോലും ഇല്ല. പിന്നെ അതിലും കുറച്ച് ആൾ കളിച്ച്, അപ്പം ഞാൻ യാമിയെ കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തോട്ട് പോയി. നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ യാമിക്ക് കൊടുത്തിട്ട് അതും കഴിഞ്ഞിങ്ങി പോരുന്നു. വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഡ്രസ്സ്, അവൾക്കൊരു കേക്ക്, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. കുട്ടി യാമിക്കുട്ടി കേക്കൊക്കെ മുറിച്ചല്ലേ? ഇഷ്ടമായല്ലേ? നമ്മളിനി ഇതാണ്ട് പോവാണ്. ഇതാണ് അപ്പം നമ്മുടെ ജുബൈൽ ലുലു മാള്. പോകാം. ടാറ്റ പറ, ബൈ ബൈ ഗൈസ് പറ ബൈ ഗൈസ് പറയാമേ. കേക്ക് ഇഷ്ടമായോ? ഗൈസിന് കേക്ക് വേണ്ടേന്ന് ചോദിച്ചേ. ഗൈസ് നമ്മൾ റൂമിലൊക്കെ എത്തി. പിന്നെ അവിടെ നേരത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ കൂട്ടത്തിൽ വീഡിയോ ചെയ്തു. അങ്ങനെ പിന്നെ യാമിയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി. നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ട് പിന്നെ നമ്മളും കിടന്ന് ഉറങ്ങി. ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ യാമിക്കുട്ടിയായിട്ടുള്ള ഷോപ്പിംഗ് ഒരു മിനി വ്ളോഗായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.